ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല ഇന്ന്. അപ്പോൾ നമ്മളിന്ന് നാഥുല പാസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓൺ ദ വേ ആണ്. ഇന്നലെ ലാച്ചിങ്ങിന് വന്നപ്പോൾ നമ്മൾ നല്ല ലേറ്റ്, ഒരു 6-7 ആയി. പിന്നെ നമ്മൾ അവിടുത്തെ മാർട്ടിലൊക്കെ പോയി. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു MG മാർട്ട് എന്ന് പറഞ്ഞിട്ട്, MG മാർട്ടല്ല, MG മാർക്കറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണെന്ന് തോന്നുന്നു. MG മാർഗ് എന്നാണ് പറയുക. അപ്പോൾ അവിടെ പോയിരുന്നു രാത്രി. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ ഒരു 8 മണിയായപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു നാഥുല പാസിലേക്ക്. അപ്പോൾ നാഥുല പാസ്, ബാബ മന്ദിർ, അങ്ങനെ 2-3 സ്ഥലങ്ങൾ പോകുന്നുണ്ട്. ഇനി ഒരു മണിക്കൂറും കൂടെ ഉണ്ട് യാത്ര. ഒരു 2.5 to 3 hours ആണ് നമ്മുടെ ഗാങ്ടോക്കിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൗണ്ടൻ കംപ്ലീറ്റ് കാണാനായിട്ട്. ഒരു പ്രത്യേകത ഭംഗി, അതും നല്ല ക്ലൈമറ്റുമായിരുന്നു. ഒരു 5-6 ഡിഗ്രിയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. പക്ഷേ ആ ഒരു സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തൊരു 1-2 hours കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി, കാര്യം ഫുഡ് കഴിക്കാനായിട്ട്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാര്യം എനിക്ക് വിശപ്പില്ലായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് മോമോസും കാര്യങ്ങളൊക്കെ കഴിച്ചു. കാര്യം ഞാൻ ഓൾറെഡി സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളതേ നാഥുല പാസിലെത്തി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വരാനായിട്ട്. സിക്കിം വരുന്നെന്ന് പറഞ്ഞപ്പോഴേ നാഥുല പാസിൽ വരാമെന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് എയിം. പിന്നെ ഇവിടെ നമുക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാഥുല പാസിൽ കയറാൻ പറ്റുള്ളൂ. പെർമിറ്റ്സിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് പെർമിറ്റ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ലെങ്തി ആയിട്ട് തന്നെ പറയാം. നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത് സിക്കിമിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഈ ഒരു നോർത്ത് സിക്കിമും വെസ്റ്റ് സിക്കിമും പോകണം എന്നുള്ളപ്പോൾ നമുക്ക് പെർമിറ്റ്സ് വേണം. അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ ഇതാണൊരു വ്യൂ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ദേ ഈ കാണുന്നതാണ്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചൈന ഫ്ലാഗും ഉണ്ട്. ഈ ഒരു ഇതാണ് നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത്, ഇൻഡോ ചൈന ബോർഡർ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര എൻ്റെ അമ്മയെ ഒരു പ്രൗഡ് ഫീലൊക്കെ തോന്നും കേട്ടോ. നമ്മുടെ ഫ്ലാഗ്, നമ്മുടെ ബോർഡർ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ. അപ്പുറത്തുള്ളതാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം എടുക്കാം. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് ചൈന. അവർക്കും അവരുടേതായ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇതുപോലെ വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഫ്ലാഗ് പോലെ തന്നെ. പിന്നെ ഈ റോഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഐസായി തുടങ്ങി കേട്ടോ. ഐസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി. കാര്യം ഇനിയിപ്പോൾ ജാനാകുമ്പോൾ ഇവിടെ ഫുൾ മഞ്ഞാണ്. ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ആ ഒരു ലെവൽ ഓഫ് മഞ്ഞാവും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് വരുന്ന വഴിക്ക് കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതേ ബാബ മന്ദിർ, നമ്മുടെ ഹർഭജൻ സിംഗിൻ്റെ ഓർമ്മകളുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഓൾഡ് ബാബ മന്ദിറാണ്. ഇവിടുന്ന് ഒരു 45 minutes ഉണ്ട് നാഥുല പാസിൽ നിന്ന് പോകാനായിട്ട്. 45 to 1 hour അതിനടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിഫോം, അദ്ദേഹം ഇരുന്ന ക്യാബിൻ, ഷൂസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, ആരാണ് ശരിക്കും ഹർഭജൻ സിംഗ്, എവിടെ നിന്നാണ്, എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ സ്വീറ്റ് തരും. അത് ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ, നമ്മുടെ മുന്തിരി, അതാണ് തരുന്നത്. ഞാനത് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു, അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളത് ഇവിടുന്ന് ന്യൂ ബാബ മന്ദിർ, ന്യൂ ബാബ മന്ദിറാണ് ശരിക്കും ടൂറിസ്റ്റൊക്കെ കൂടുതലും വരുന്ന സ്ഥലം. ഇതാണ്, ഇതിൻ്റെ അകത്തും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആൾക്കാർ കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമ്മളതേ സോങ്കോ ലേക്കിൽ നിർത്തി. അവിടെ അനിമലിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം. വേറെ ഒരിടത്തും ഞാൻ ഈ അനിമലിനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ തിരിച്ചെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ്. 6th day ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബാർഡോഗ്ര എയർപോർട്ടിൽ പോകണം. ഒരു 4 to 5 hours ഉണ്ട് ജേർണി. അവിടെ നിന്നാണ് നമ്മൾ ബാംഗ്ലൂരേക്ക് പോവുക. അപ്പോൾ 6 days ഇൻ സിക്കിം ഇങ്ങനെ പോയി. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോയത്. അപ്പോൾ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങൾ, അതായത് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്നും നമ്മുടെ പെർമിറ്റ്സിൻ്റെ കാര്യങ്ങളും നമ്മുടെ സ്റ്റേയുടെ കാര്യങ്ങളും ഒക്കെ, ട്രാവൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ, സീ യു.